Hi everyone, this is Ebin from Evika. അങ്ങനെ നമ്മുടെ iOS 18.4ന്റെ പുതിയ ബീറ്റ ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 732.3 MB-ലാണ് എൻ്റെ iPhone 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 1.5 GB അണ്ടറിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, WatchOS, macOS, tvOS എന്നീ പറഞ്ഞ എല്ലാ പുതിയ സോഫ്റ്റ്വെയർസിനും ബീറ്റ ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ബീറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് iOS-ൻ്റെയും അതേപോലെ ബാക്കി സോഫ്റ്റ്വെയർസിൻ്റെയും ബീറ്റാസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ മാത്രമായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ തന്നെ നമുക്ക് തുടക്കം സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ നേരെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.4 22E5222F എന്ന് ഈ ഒരു അപ്ഡേഷൻ മിക്കവാറും ഒരു 2-3 ബീറ്റാസും കൂടി ഈ ഒരു iOS 18.4ൻ്റെ സ്കെഡ്യൂളിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ ഒരു മോഡേൺ ഫേംവെയർ വന്നിട്ടുണ്ട്. ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും ഈ ഒരു അപ്ഡേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യത്തെ മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഡബിൾ ടാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിലാണ്. നിങ്ങൾക്ക് ഒരു പുതിയ നോട്ട് വന്നത് കാണാൻ പറ്റും. ഈ ഒരു നോട്ട് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ iOS 18.4ൽ വന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ആക്സസിബിലിറ്റി ടച്ച് എന്ന ഓപ്ഷൻ നേരെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ബാക്ക് ടാപ്പ് എന്ന ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യാം. ഷോ ബാനർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ ബാനർ ഇനി മുതൽ കാണിക്കില്ല. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്തു ഹോമിലേക്ക് പോയപ്പോൾ വേറെ ഒന്നും ആ സ്ക്രീനിൽ കാണിക്കുന്നത്. നമ്മുടെ ഈ ഷോ ബാനർ എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബാനർ നമുക്ക് ഈ പറഞ്ഞ ഡബിൾ ടാപ്പ് ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. സോ പ്രിഫറബിളി ഈ പറഞ്ഞ ഷോ ബാനർ എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തും അതേപോലെ കുറച്ചും കൂടെ എസ്തെറ്റിക് ആയിട്ടുള്ള ഡബിൾ ടാപ്പ് ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ വാളറ്റ് ആപ്പിലാണ്. വാളറ്റ് യൂസ് ചെയ്യുന്ന കുറേയധികം കൂട്ടുകാർ ഇന്ത്യയുടെ പുറത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് ഈ പറഞ്ഞ വാളറ്റിൽ ഈ ഒരു 3 ഡോട്ട്സ് ടാപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ പ്രീ ഓതറൈസ്ഡ് പേയ്മെൻറ്റ് എന്ന മാറ്റം അവർക്ക് വന്നിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പ്രീ ഓതറൈസ്ഡ് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻസും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ഈ ഒരു പ്രീ ഓതറൈസ്ഡ് പേയ്മെൻറ്റ് ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം പോഡ്കാസ്റ്റ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇവിടെ പുതിയ സ്പ്ലാഷ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെ ലൈബ്രറി വിജിറ്റും അതേപോലെ ഫോളോ ഷോപ്പ് വിജിറ്റും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന വിജിറ്റ് യൂസ് ചെയ്യുമ്പോഴും പോഡ്കാസ്റ്റിൻ്റെ എല്ലാ ബാക്കി കാര്യങ്ങളും കറക്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമുക്ക് ഇവിടെ കുറച്ചധികം പുതിയ കാര്യങ്ങൾ ഫിക്സ് ആയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി നേരെ നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകുമ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇവിടെ കാണുന്നത് കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്. അതോടൊപ്പം ആപ്പിൾ ഇൻ്റലിജൻസിൽ കുറച്ചധികം റിസോൾവ്ഡ് ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി പറഞ്ഞ കംപ്ലൈൻറ്റ് ആയിരുന്നു iPhone 16 സീരീസ് അല്ലെങ്കിൽ 15 Pro സീരീസ് മുതൽ ആപ്പിളിലെ പുതിയ സിറി എന്ന ഓപ്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ അതിന് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റെസ്പോൺസ് കറക്റ്റ് ആയിരുന്നില്ല എന്നീ പറഞ്ഞ കുറച്ച് ബഗ്ഗുകൾ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിനുണ്ടായിരുന്നു. ആ ഒരു ബഗ് ആപ്പിൾ ഇവിടെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു പുതിയ നിയർ ബൈ ഇൻട്രാക്ഷൻ ഓപ്ഷനും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ബഗ് ഫിക്സസും അതേപോലെ നോൺ ഇഷ്യൂസും നമുക്കിവിടെ കാണാൻ പറ്റും. എസ്പെഷ്യലി ഇവിടെ ആപ്പിൾ ആ ഒരു വൈഫൈ കോളിംഗ് ഇഷ്യൂസ് എന്തായാലും ബഗ് ഫിക്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വൈഫൈ കോളിങ്ങിൻ്റെ റിസോൾവ്ഡ് ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. iOS 18.4ൻ്റെ ബീറ്റ 1ലും 2ലും നമുക്ക് കണ്ടിരുന്ന ആ ഒരു നോൺ ഇഷ്യൂസ് ആപ്പിളിലൂടെ റിസോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആപ്പിളിലെ ഒരു പുതിയ ഫീച്ചേഴ്സ് അനുസരിച്ച് iOS 19ലേക്കാണ് കൂടുതൽ ജാം പാക്ക് ചെയ്യുന്ന ഒരു ഫുൾ ഓവർഹോൾ ഫീച്ചേഴ്സും വരാൻ പോകുന്നതാണ് നമുക്കൊരു റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ കുറേ പേർക്ക് സിറിയുടെ ആ ഒരു വേക്കിംഗ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുണ്ട്. അതോടൊപ്പം നമുക്ക് എയർ ഡ്രോപ്പും കുറച്ചും കൂടെ സ്മൂത്തർ ആൻഡ് ഫാസ്റ്റ് ആയിട്ടും ഇവിടെ വന്നിട്ടുണ്ട്. iOS 18.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും അതോടൊപ്പം തന്നെ പുതിയൊരു അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് iOS 18.3.2 എന്ന അപ്ഡേഷനും ഈ ഒരു ആഴ്ചയിൽ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ഇന്നോ നാളെയായിട്ട് ആ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം യൂഷ്വലി ആപ്പിൾ 2 അപ്ഡേഷൻസ് സൈൻ ഇൻ ചെയ്യാറുണ്ട്.
IPSW ഫയലായിട്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ iOS 18.3.1 എന്ന ഒരേ ഒരു അപ്ഡേഷൻ മാത്രമാണ് കറൻ്റ്ലി സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ അപ്ഡേഷൻസും സൈൻ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു പുതിയ അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഒരു വീക്ക്ലി സൈക്കിൾ അപ്ഡേഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ iOS 18.4 അപ്ഡേഷൻ ഒരു ബേറ്റയായിട്ട് ഈ ഒരു ആഴ്ചയിൽ നമുക്ക് നെക്സ്റ്റ് വീക്കും ഫോർട്ട്നൈറ്റ് വീക്കിലും ഇതേ സെയിം ഡേയ്സിൽ തന്നെ റിലീസ് ആവുന്നതാണ് നമുക്കൊരു റിപ്പോർട്ട്. ആൻഡ് ഏപ്രിൽ ഒഫീഷ്യൽ അപ്ഡേഷനായിട്ട് ഒന്നെങ്കിൽ ഒരു 7th 8th എന്നീ ടൈമിൽ തന്നെ ആയിരിക്കും iOS 18.4 ഒഫീഷ്യൽ അപ്ഡേഷനും റിലീസ് ചെയ്യാനുള്ള ചാൻസ്. ഇതൊക്കെയാണ് നമ്മുടെ iOS 18.4 പുതിയ ബേറ്റ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലായി അറിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Jebin Xavier signing from Evica.